മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം USS ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ USS പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മലയാളം എന്ന് പറയുന്നത്. മലയാളം രണ്ട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും, അതിൻ്റെ ഒരുപാട് പാഠഭാഗങ്ങൾ. അതുകൂടാതെ നമുക്ക് ഗ്രാമർ ഭാഗങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതൊക്കെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മലയാളത്തിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് മക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്രാമർ അല്ലേ, വ്യാകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം സന്ധി അല്ലേ. സന്ധി എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അറിയാത്ത ആളുകൾക്കൊക്കെ പഠിക്കട്ടെ അല്ലേ. അപ്പോൾ ഈ സന്ധി, സമാസം എന്നൊക്കെ പറയുന്ന വ്യാകരണ രൂപങ്ങൾ ഇത് നമുക്ക് ഇനി മുന്നോട്ടേക്ക് മക്കൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ജോലിക്ക് തയ്യാറെടുക്കുന്ന സമയം വരെ നമുക്ക് ഹെൽപ്പ് ആവുന്ന നമുക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് ഈ സന്ധി, സമാസം പോലെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മലയാളത്തിൽ സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ, സന്ധി അല്ലേ, സന്ധി വേദന എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഈ ജോയിന്റ് തമ്മിലുള്ള അല്ലേ, കൂടിച്ചേരുന്ന ഇടം അല്ലെ, അതിൻ്റെ വേദനയാണ് നമ്മൾ സന്ധി വേദന എന്നൊക്കെ പറയും. അപ്പോൾ സന്ധി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ. കൂട്ടിച്ചേർക്കുന്നത്, സന്ധിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ് സന്ധി എന്ന പദത്തിന് വരുന്നത്. അപ്പോൾ ഇവിടെ സന്ധി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വർണ്ണങ്ങൾ അല്ലേ, ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകങ്ങളാണ് വർണ്ണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായും 4 മാറ്റങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് ആ 4 മാറ്റങ്ങൾ? ലോപസന്ധി എന്നും ആഗമസന്ധി എന്നും ആദേശസന്ധി എന്നും ദ്വിത്വസന്ധി എന്നുമാണ് ഈ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവും. അപ്പോൾ അതിനെ പറ്റി ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ മാത്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളല്ലേ നിങ്ങൾ അല്ലേ. നിങ്ങൾക്ക് ഈ പറയുന്ന സിമ്പിൾ സാധനമൊക്കെ മനസ്സിലാവാൻ എന്താണ് ഒരു ഇച്ചിരി സമയം വേണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആദ്യം നമ്മൾ ലോപസന്ധിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വർണ്ണം എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണല്ലോ. അപ്പോൾ ലോപസന്ധി എന്താണെന്ന് നോക്കൂ നിങ്ങൾ. ലോപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി പോവുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ എന്താ അവിടെ ലോപിച്ചു പോകണേ? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം എന്ത് ചെയ്യുന്നു, ലോപിച്ചു പോകുന്നു, ഇല്ലാണ്ടായി പോകുന്നു. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ടീച്ചർ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, തണുപ്പുണ്ട്, വരുന്നില്ല, അല്ലെന്ന് അല്ലേ, അല്ല എന്ന്, അല്ലെന്ന്, വരാതെ ഇരുന്നു, വരാതിരുന്നു, പറഞ്ഞു ഇല്ല, പറഞ്ഞില്ല, ഇരുമ്പ് അഴി, ഇരുമ്പഴി അല്ലേ. അപ്പൊ ഇത് പിരിച്ചെഴുതുമ്പോഴും അത് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ. നോക്കൂ, ഒന്ന് ടീച്ചർ എഴുതി കാണിക്കാം. നോക്കൂ, എന്താണ്, നമുക്ക് ഏത് പദം എഴുതാം? വരാതെ ഇരുന്നു എന്നുള്ള പദം എഴുതാം. എങ്ങനെ എഴുതുക? വരാതെ, ഈ പ്ലസിന് നമ്മൾ മലയാളത്തിൽ അധികം എന്നാണ് പറയുക അല്ലേ. വരാതെ അധികം ഇരുന്നു എന്ന് നമ്മൾ പറയാണ് അല്ലേ. അപ്പൊ വരാതെ ഇരുന്നു, അപ്പൊ നമ്മളത് കൂട്ടിച്ചേർക്കുമ്പോൾ വരാതെ ഇരുന്നു, വരാതെ ഇരുന്നു എന്നല്ലേ പറയാ. അല്ലാതെ വരാതെ ഇരുന്നു എന്ന് നമ്മൾ അല്ലേ അങ്ങനെ പറഞ്ഞ് ഇപ്പൊ എന്തിനാണ്? അപ്പൊ എന്തോ ഒരു മിസ്സിങ് അവിടെ ഇല്ലേ, എന്തോ ഒരു സാധനം അവിടെ നഷ്ടപ്പെട്ടിട്ടില്ലേ അല്ലെ, ലോപിച്ചു പോയിട്ടില്ലേ അല്ലെ. എന്താ അവിടെ ലോപിച്ചു പോയെന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ. അതേപോലെ മറ്റൊന്നുകൂടെ നോക്കൂ നിങ്ങൾ, എന്താണ്, തണുപ്പ് അല്ലെ, തണുപ്പ് അധികം ഉണ്ട്, തണുപ്പുണ്ട് എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ തണുപ്പുണ്ട് അല്ലെ, തണുപ്പുണ്ട് അങ്ങനെ പറയൂ നമ്മൾ? ഇല്ല, നമ്മൾ തണുപ്പുണ്ട് എന്നാ പറയാ അല്ലെ. അപ്പൊ ഇവിടെയും എന്തോ ലോപിച്ചു പോയിട്ടുണ്ട് അല്ലെ. ഏതോ ഒരു വർണ്ണം അവിടെ ലോപിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നോക്കൂ, നമ്മൾ അടുത്ത് നോക്കൂ നിങ്ങൾ, ഇരുമ്പഴി, ഇരുമ്പ് അധികം അഴിയാണ്, ഇരുമ്പഴി അല്ലെ. നമ്മളത് എങ്ങനെ വായിക്കും? ഇരുമ്പഴി എന്നാണ്, അല്ലാണ്ട് ഇരുമ്പഴി നമ്മൾ പറയില്ലല്ലോ അല്ലെ. അപ്പൊ എന്തോ അവിടെയും ലോപിച്ചു പോയിട്ടുണ്ട്. അപ്പൊ എന്താ ലോപിച്ചു പോയെന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇരുമ്പ് അഴി അത് ചേർത്ത് എങ്ങനെ എഴുതുക നമ്മള്? ഇരുമ്പഴി അല്ലെ. ഈ ഇരുമ്പഴിയിൽ എന്താണ് ലോപിച്ചു പോയത്? അതാ ചന്ദ്രകല
അല്ലെ. ഇപ്പൊ എന്താ ചന്ദ്രകല എന്നൊക്കെ പറയണേ നമ്മൾ, അല്ലെ. ഇത് ഈ സാധനത്തെയാണ് നമ്മൾ ചന്ദ്രകല എന്ന് പറയാ. ഈ ചന്ദ്രകലയ്ക്ക് ഭാഷാശാസ്ത്രത്തില് അല്ലെങ്കിൽ വ്യാകരണത്തിൽ എന്താണ് മറ്റൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? സംവൃതോകാരം. അമ്പട, എന്ത് നല്ല പേരാണ് അല്ലേ. ഈ സംവൃതോകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ലോപിച്ചു പോയത്, ഇല്ലാതായി പോയത്. അല്ലാണ്ട് നമ്മൾ ഇരുമ്പഴി നമ്മൾ പറയില്ലല്ലോ, ഇരുമ്പഴി എന്നല്ലല്ലോ, ഇരുമ്പഴി എന്നല്ലേ പറയാ. ആ ചന്ദ്രകല അവിടെ ഇല്ലല്ലോ, അല്ലെ. അപ്പൊ ആ ചന്ദ്രകലയാണ് എന്ത് ചെയ്തത്, ലോപിച്ചു പോയത്. അതേപോലെ തണുപ്പുണ്ട് എന്നല്ലല്ലോ, നമ്മൾ തണുപ്പുണ്ട് എന്നല്ലേ പറയാ, അല്ലെ. അപ്പൊ ഈ ചന്ദ്രകല എന്ത് ചെയ്യുന്നു, ഇവിടെ ലോപിച്ചു പോകുന്നു. വരാതെ ഇരുന്നു, ഇവിടെ ഒരു എകാരമുണ്ട് അല്ലെ. വരാതെ ഇരുന്നു, വരാതിരുന്നു എന്നാണ് നമ്മൾ പറയാ, അല്ലെ. അപ്പൊ എന്താണ്, അവിടെ ഏകാരമാണ് ലോപിച്ചു പോകുന്നത്. ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, എന്ത് പറയൂടാ, ലോപസന്ധി എന്ന് പറയുന്നു. സിമ്പിൾ അല്ലേ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ അടുത്ത് നോക്കൂ നിങ്ങള്, ആഗമസന്ധിയാണ്. അപ്പൊ ലോപസന്ധി എന്തായിരുന്നു, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനെ നമ്മൾ ലോപസന്ധി എന്ന് പറഞ്ഞു അല്ലെ. ഇനി ആഗമസന്ധി എന്താണ്, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വരികയാണ് അല്ലെ, ആഗമിക്കുക അല്ലെ, വരികയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഏത് വർണ്ണമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം, എന്താണ് അങ്ങനെ വരുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പൊ തിരു അധികം ഓണമാണ് നമ്മൾ തിരുവോണം എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തിരു അധികം ആതിരയാണ് തിരുവാതിര എന്ന് പറയുന്നത്. അതൊന്ന് ചേർത്ത് എഴുതി നോക്കുക നമുക്ക്. തിരു അധികം ആതിര അല്ലെ. എന്നിട്ട് നമ്മൾ അതെന്താ പറയുന്നത്, തിരുവാതിര എന്നാ പറയുന്നത്. നമ്മൾ തിരുവാതിര എന്ന് പറയുന്നില്ല അല്ലെ, തിരുവോണമാണ്. നമ്മൾ തിരുവോണം എന്നല്ല പറയണേ അല്ലെ. അപ്പൊ എന്തോ ഒരു പ്രത്യേകത അവിടെ ഇല്ലേ, ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം നമുക്ക്. തിരു അധികം ആതിര ചേർത്ത് എഴുതുമ്പോൾ എന്താവണോ, തിരുവാതിര അല്ലെ. അപ്പൊ ഇതിനകത്തില്ലാത്ത പുതിയൊരു വർണ്ണം വന്നില്ലേ അവിടെ അല്ലെ, പുതിയൊരു അക്ഷരം വന്നില്ലേ അല്ലെ. അതാണ് പുതുതായി ഒരു വർണ്ണം വരികയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഗമസന്ധി എന്ന് പറയുന്നത്. പുതിയതായിട്ടൊരാൾ ആഗമിക്കുകയാണ്. ഇവിടെ ആരാ ആഗമിച്ചത്, വകാരമാണ് ആഗമിച്ചത് അല്ലെ. ഇപ്പൊ തിരു ഓണം എന്ന് നമ്മൾ എഴുതുമ്പോഴും അത് തന്നെയാണ് ആഗമിക്കണേ. നോക്കൂ, തിരു അധികം ഓണമാണ് എന്ത്, തിരുവോണം. നോക്കൂ, തിരുവോണം. അപ്പൊ ഇവിടെയും എന്താണ് ആഗമിക്കണേ, വായാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ നിങ്ങള്? യെസ്. അതേപോലെ അല്ലെ, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായിട്ടൊരു വർണ്ണം വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, ആഗമസന്ധി എന്ന് പറയുന്നു. അടുത്ത നോക്കൂ നിങ്ങള്, ആദേശസന്ധി അല്ലെ. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോവുകയും ഒരു വർണ്ണം വരികയും ചെയ്യുന്നതിന് ലോപസന്ധി ആഗമസന്ധി സംഭവിക്കുകയാണ്. ഒരു വർണ്ണം പോകുന്നുണ്ട്, ഒരു വർണ്ണം വരുന്നുണ്ട് അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആദേശസന്ധി എന്ന് പറയുന്നത്. എന്ത് സന്ധിയാണ്, ആദേശസന്ധിയാണ് അല്ലെ. അപ്പൊ നോക്കൂ നിങ്ങള്, വിണ്ടലം അല്ലെ, നമ്മൾ വിണ്ടലം എന്നൊക്കെ പറയാറില്ലേ. അതെങ്ങനെയാ നമ്മൾ പിരിച്ചെഴുതുക, വിൺ അധികം തലമാണ് വിണ്ടലം. ഓക്കെ. അപ്പൊ പോയിട്ടാണോ അല്ലെ, അല്ലെങ്കിൽ താ പോയിട്ടാണോ, എന്ത് പോയിട്ട് എന്താ വരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. ഇവിടെ താ എന്ന അക്ഷരം വർണ്ണം പോയിട്ട് എന്ത് ചെയ്യുന്നു, ടാ വരികയാണ്. അങ്ങനെ അത് എണ്ണിനോട് ചേർത്ത് എന്താവുന്നു, ഡ എന്ന അക്ഷരമാവുന്നു അല്ലെ. ടാ ചേരുമ്പോൾ അത് വിണ്ടലമാവാണ്. വിൺ അധികം തലമാണ് വിണ്ടലമാവുന്നത് അല്ലെ. ഒരു വർണ്ണം പോവുകയും ഒരു വർണ്ണം വരികയും ചെയ്യുന്നു. അപ്പൊ അതിന് ഉദാഹരണം വെൺകായം അല്ലെ, വെങ്കായം നമ്മൾ പറയും. കൺ അധികം നീർ, കണ്ണീർ എന്ന് പറയും അല്ലെ. അപ്പൊ ഒരു വർണ്ണം പോവുകയും ഒരു വർണ്ണം വരികയും ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ആദേശസന്ധി എന്ന് പറയുന്നു. ഓക്കെ. അടുത്ത എന്താണ്, അവസാനത്തെയാണ് അല്ലെ, ദ്വിത്വസന്ധിയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം എന്ത് ചെയ്യുന്നു, ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നത് അല്ലെ. സിമ്പിളാണ്. ഇത് ഇവിടെ കൊടുത്തു നോക്കൂ. കതിർ അധികം കുല അല്ലെ, കതിർ അധികം കുല ആണെന്ത്, കതിർകുല അല്ലെ. നമ്മൾ കതിർകുല എന്നാണോ പറയാ, അരിപ്പൊടി എന്നാണോ പറയാ, അരിപ്പൊടിയാണ് അല്ലെ, കതിർക്കുലയാണ്. വള അധികം പൊട്ടാണെന്ത്, വള അധികം പൊട്ട്, നമ്മൾ വളപൊട്ട് എന്നാണോ പറയാ, വളപ്പൊട്ട് എന്നാണ് പറയാ അല്ലെ. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നു, അതാണ് ദ്വിത്വസന്ധി. സിമ്പിൾ അല്ലേ. ഇപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സന്ധി മനസ്സിലായില്ലേ അല്ലേ. യെസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ താഴെ കമന്റ് ചെയ്യണം. അതേപോലെ മക്കൾക്ക് ഇനി ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഡൗട്ട് ഉള്ളതോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുള്ളതോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് മക്കൾ എന്ത് ചെയ്യുക, നമ്മളുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർ അടുത്ത അല്ലെ വീഡിയോസിൽ മാക്സിമം അത്തരം കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി ടീച്ചർക്കും ശ്രമിക്കാമല്ലോ. ഓക്കെ. അത് മാത്രം പോരാ, നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഇനി ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും നമുക്ക് സ്കോളർഷിപ്പൊക്കെ നമുക്ക് വാങ്ങിയെടുക്കണം. ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക, ഉഷാറായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.